അപ്പോൾ 30 വർഷത്തിന് ശേഷം ഒരു CPM സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലം വേദിയാകുന്നു. അപ്പോൾ പ്രത്യേകിച്ചൊരു കാര്യം പറയാനാണെങ്കിൽ കോടിയേരി സഖാവില്ലാത്ത ഒരു സമ്മേളന കാലം കൂടിയാണ്. എക്കാലത്തും പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ച ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അച്ഛനോട്ടുള്ള പഴയകാല സമ്മേളന ഓർമ്മകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എൻ്റെ ഓർമ്മയിൽ ആദ്യത്തെ സമ്മേളനമുള്ളത് പാലക്കാട് സംസ്ഥാന സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് ഞാൻ പോയ എനിക്ക് ഓർമ്മയുള്ള 98 ഉള്ള പാർട്ടി പാലക്കാട് സമ്മേളനത്തിന് ആദ്യമായിട്ട് സംസ്ഥാന സമ്മേളനത്തിൽ ഒരു നല്ല ഓർമ്മയോട് കൂടിയിട്ട് പോയത്. ചെറുപ്പകാലത്ത് പിന്നെ തിരുവനന്തപുരം പാർട്ടി കോൺഗ്രസ്സിലൊക്കെ തന്നെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ ചെറുപ്പത്തിലായിരുന്നു. അപ്പം പാർട്ടി കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടി സമ്മേളനങ്ങളെന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കാണുവാനും ഒരുമിച്ച് നമ്മളെല്ലാവരുടെ ബന്ധങ്ങൾ പുതുക്കുവാനും പുതിയ കാലത്തിലേക്ക് പോകുന്ന പോരാട്ടങ്ങളിലേക്ക് ഒരുമിച്ച് നീങ്ങുവാനൊക്കെയുള്ള ഒരു വലിയ കരുത്താണ്. സ്വാഭാവികമായിട്ടും അച്ഛൻ്റെ ഓർമ്മകൾ നിറഞ്ഞു തുളുമ്പുന്ന ഒരു അവസരത്തിലാണ് ഈ സമ്മേളനം വന്നെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ വൈകാരികമായിട്ടുള്ളൊരു നിമിഷങ്ങൾ തന്നെയാണ്. ഉദ്ഘാടന സമ്മേളനത്തിലാണെങ്കിലും അല്ലെങ്കിൽ തന്നെ അച്ഛൻ്റെ നിരന്തരമായിട്ടുള്ള ഒരു വിടവ് സഖാക്കളെല്ലാം എല്ലാ സഖാക്കളെ പറയുകയും അത് ഓർത്തെടുക്കുകയും ചെയ്യുന്നു. ആ നേതൃത്വത്തെ ഓർത്തെടുക്കുന്നു. അപ്പോൾ അതൊരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായി അത് മുന്നോട്ട് പോകുന്നതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ശൈലി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രീതി എന്നുള്ളത്. എന്നിരുന്നാലും അച്ഛൻ്റെ ഒരു വിടവ് ഉള്ളത് അച്ഛൻ്റെ ആ ഒരു നഷ്ടത്തെ പാർട്ടി സഖാക്കൾക്ക് അതും ഒരു വലിയ തീർത്ത നഷ്ടമാണ് എന്നുള്ളത് തന്നെ ഓരോ വാക്കിലും ഓരോ സമയത്തും പ്രതിഫലിക്കുന്നുണ്ട്. അതിനെല്ലാം നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നത് അച്ഛൻ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങൾ, ഈ പാർട്ടിയോട് ചേർന്ന് നിന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ജനകീയമായ ഇടപെടലോടുകൂടി കൂടുതൽ ജനങ്ങളെ ഈ പാർട്ടിയിലേക്ക് അടുപ്പിച്ചുകൊണ്ട് 50% അച്ഛൻ എപ്പോഴും പറയുന്നൊരു കാരണം 50% പിന്തുണയുള്ള ജനങ്ങളുടെ പാർട്ടിയായി CPM മാറ്റുന്ന പോരാട്ടത്തിൽ പ്രവർത്തനത്തിൽ പങ്കെടുക്കുക. ആ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തി മുന്നോട്ട് പോകുന്ന ഒരു സമ്മേളനമായിട്ട് ഈ സമ്മേളനം മാറും. നവകേരളത്തിൻ്റെ പുതുവഴികൾ തേടിയുള്ള രേഖ സഖാവ് പിണറായി അവതരിപ്പിക്കുന്നുണ്ട്. മുന്നോട്ടുള്ള നവകേരളം എത്തരത്തിലായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടോട് കൂടിയിട്ടായിരിക്കും ഈ സമ്മേളനം അവസാനിക്കുന്നത്. അതൊക്കെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന എല്ലാവർക്കും ഒരു പുതിയ കാഴ്ചപ്പാടോട് കൂടിയിട്ട് ഇതിൽ പ്രവർത്തിക്കാനുള്ള ഒരു ഊർജ്ജം ഈ സമ്മേളനത്തിന് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് വലിയ വികസന നേട്ടങ്ങൾ എടുത്തു പറയാനുണ്ട്. ഓരോ ദിവസം നിരവധിയായ വികസനങ്ങൾ നടത്തി വരുന്നു 2ാം ടേമിലും. അപ്പോൾ ഇങ്ങനെയൊരു CPM സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രസക്തി ഈ കാലഘട്ടത്തിൽ എത്രത്തോളം? സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിൻ്റെ ഒരു ബദൽ എന്താണ് എന്ന് ലോകത്തോടും വിളിച്ചു പറയുന്നതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഇന്നത്തെ വർത്തമാന കാലം ഭരിക്കുന്നത് വർഗീയവാദത്തിൻ്റെ രാഷ്ട്രീയമാണ്. സ്വാഭാവികമായിട്ടും RSS നേതൃത്വം കൊടുക്കുന്ന BJP ഗവൺമെൻറ് ഇന്ത്യ ഭരിക്കുമ്പോൾ എത്തരത്തിലാണ് ഫെഡറൽ സംവിധാനത്തെ ഇല്ലാതാക്കുന്നത്, വർഗീയവാദം വളർത്തുന്നത്. അപ്പോൾ അതിനൊക്കെ തന്നെയുള്ള ഒരു ബദൽ എന്താണ് എന്ന് ഇന്ത്യ അന്വേഷിക്കുമ്പോൾ അവർക്ക് ഒരു ബദൽ ആയിട്ട് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത് കേരളമാണ്. ആ കേരളത്തിനെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഈ പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളം നമ്പർ 1 എന്ന് വെറുതെ നമ്മൾ ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. അത് 57 ഗവൺമെൻറ് തൊട്ട് പാകിയ വിത്തിൻ്റെ ഫലങ്ങൾ അത് ഓരോരോ പടിപടിയായി നിന്നുകൊണ്ട് ഇന്ന് പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അത് വലിയ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ് നാം അതിനെ കാണേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ മുഴുവൻ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ തന്നെ പല കാര്യങ്ങളിലും വിരങ്ങലിച്ച് നിൽക്കുമ്പോൾ അതിനെയൊക്കെ തന്നെ തരണം ചെയ്തുകൊണ്ടുള്ളൊരു ബദൽ സാധ്യമാണ് എന്ന് വിളിച്ചു പറയുന്ന ഒരു സ്റ്റേറ്റായി കേരളം മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നത് ഈ കേരളം ഇന്ന് ചിന്തിക്കുന്നതാണ് ഇന്ത്യ നാളെ ചിന്തിക്കുന്നത് എന്ന തരത്തിലേക്ക് നമുക്ക് മാറാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു ഇടതുപക്ഷ ബദലിൻ്റെ ഭാഗമായിട്ടാണ്. വ്യാവസായിക രംഗത്താണെങ്കിലും വിദ്യാഭ്യാസ രംഗത്തിലാണെങ്കിലും ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്ന രീതിയിലാണെങ്കിലും എല്ലാവർക്കും വസ്ത്രം, പാർപ്പിടം എന്നുള്ള തരത്തിലേക്കാണ്. എല്ലാ മേഖലയിലും നോക്കുകയാണെങ്കിലും കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ ഒരു മാതൃകയാണ്. അങ്ങനെ നിൽക്കുന്ന കേരളത്തെ എത്തരത്തിലൊക്കെ ഉപദ്രവിക്കാം, എത്തരത്തിലൊക്കെ ഞെക്കിപ്പിഴിയാം എന്നുള്ള തരത്തിലേക്കുള്ള ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര ഗവൺമെൻറ്. അപ്പോൾ നമ്മുടെ വിഹിതങ്ങൾ തരാതിരിക്കുക, അങ്ങനെ വിഹിതങ്ങൾ തരായിരുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾ നിലയ്ക്കും. ആ പ്രവർത്തനം നിലയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളിൽ നിന്ന് ഒരു പ്രതിഷേധം ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരു വലിയ വികാരം ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. അത് അച്ഛൻ്റെ അവസാന സമയത്തെ പ്രസംഗത്തിൽ കൃത്യമായി പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്കെതിരായിട്ട് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം നമുക്ക് നൽകേണ്ടുന്ന വിഹിതം തരാതിരിക്കുക, യൂണിവേഴ്സിറ്റികളെ അവരുടെ രീതിയിലേക്ക് മാറ്റപ്പെടുക. അപ്പോൾ ഓരോ പ്രവർത്തനങ്ങൾ
പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നതിനും തടസ്സം സൃഷ്ടിക്കുമ്പോൾ ആ തടസ്സങ്ങളുടെയൊക്കെ ഉത്തരവാദി സംസ്ഥാന സർക്കാരാണ് എന്ന തരത്തിൽ ജനങ്ങളിലേക്ക് ഒരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളെ ഗവൺമെൻറ്റിനെതിരാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും സ്വാഭാവികമായിട്ട് അവർ ചെയ്യാമെന്നാണ് അവസാന പ്രസംഗത്തിലും അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലേക്കാണ് കേന്ദ്ര ഗവൺമെൻറ് എല്ലാ പ്രവർത്തനങ്ങളും നാം ഇന്ന് കാണുന്നത്. നമ്മൾ അതിനെയാണ് പ്രതിരോധിക്കേണ്ടത്. ആ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വഴികൾ എന്തൊക്കെ, ആ വഴികളുടെ കൃത്യമായിട്ടുള്ളൊരു രൂപരേഖ ഈ സമ്മേളനത്തോട് കൂടിയിട്ടുണ്ടാകും. ഇടതുപക്ഷ പ്രവർത്തകർക്ക്, ഇടതുപക്ഷ അനുഭാവികൾക്ക് എല്ലാവർക്കും എത്തരത്തിലായിരിക്കണം നമ്മൾ ഇതിനെ നേരിടേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ളൊരു രൂപരേഖ ഈ സമ്മേളനത്തോട് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ കേരളത്തോട് വലിയ അവഗണന, ഒരു വയനാട് ദുരന്തമായിക്കോട്ടെ, അങ്ങനെ ഓരോ വിഷയങ്ങൾ എടുത്താലും അവഗണന തുടരുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷത്തെ നോക്കിയാൽ പാർലമെൻറ്റിൽ പോലും കേരളത്തിൻ്റെ ശബ്ദമാവാൻ അവിടുത്തെ കോൺഗ്രസ് എംപിമാർക്ക് കഴിയാതെ പോകുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മൂന്നാമതും LDF സർക്കാർ അധികാരത്തിലേറേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമല്ലേ? ഇപ്പം കേരളം എന്നത് ഇന്ത്യയിലുള്ളൊരു സംസ്ഥാനമേ അല്ല എന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനവും പ്രതികരണവുമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് അതിനെല്ലാം എത്തരത്തിലേക്കുള്ളൊരു ബദലാണ് സൃഷ്ടിക്കാൻ പറ്റുന്നത്. ആ ബദലാണ് കേരളം മുന്നോട്ട് വെക്കുന്നത്. ആ ബദലാണ് ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. ആ സർക്കാരിനെ ശക്തിപ്പെടുത്തേണ്ടത് കേരളത്തിലെ ഓരോ ഇടതുപക്ഷ വിശ്വാസികളുടെയും ഓരോ ഇടതുപക്ഷ അനുഭാവികളുടെയും ജനങ്ങളുടെയും കൂടി കടമയായിട്ടാണ് കാണേണ്ടത്. കാരണം നമുക്ക് കൂടുതൽ ജനങ്ങളെ ഇതിനോട്ട് ചേർത്ത് നിർത്തേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആഴത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷ പ്രവർത്തനത്തെ മുഴുവൻ താറടിച്ച് കളിക്കുന്ന രീതിയിലാണ് വലതുപക്ഷ മാധ്യമങ്ങൾ മൊത്തം നിൽക്കുന്നത്. അപ്പം ഇവിടുത്തെ പ്രതിപക്ഷം എന്നുള്ളത് വലതുപക്ഷ മാധ്യമങ്ങളാണ്. വലതുപക്ഷ മാധ്യമങ്ങൾ നൽകുന്ന പ്രചണ്ഡമായ പ്രചരണങ്ങളെ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കണമെങ്കിൽ ജനകീയമായ ഒരു ബദൽ, ജനകീയമായ ഇടപെടൽ കൂടുതൽ ശക്തിപ്പെടുത്തിയേ പറ്റുകയുള്ളൂ. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നിരന്തരമായിട്ടുള്ള അവഗണനകൾ ഓരോ കാര്യത്തിനും വരുന്നത്. ഇപ്പോൾ മാനുഷിക പരിഗണന എന്നുള്ളതാണ് ഏറ്റവും സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വേണ്ടത്. അപ്പോൾ ചൂരൽമലയിലും സംഭവിച്ച ആ ദുരന്തത്തെ സംബന്ധിച്ചിട്ട് മാനുഷികമായുള്ളൊരു പരിഗണന പോലും കേരളത്തിനോട് കാണിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അപ്പോൾ അതിന് നമ്മൾ ബദൽ സൃഷ്ടിച്ചു. അതിന് വലിയ രീതിയിലേക്ക് ഒരു ടൗൺഷിപ്പ് സൃഷ്ടിച്ചു. അവർ വെറും ഒരു കുടിലിൽ മാത്രം താമസിക്കുകയോ അല്ലെങ്കിൽ ഒരു ഷെൽട്ടറിൽ മാത്രം താമസിക്കേണ്ടി വരുമ്പോഴായിട്ട് മാറേണ്ടുന്ന കാഴ്ചകൾ, ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വേറെ സ്റ്റേറ്റിലേക്ക് നമുക്ക് മുന്നോട്ട് കാണാൻ പറ്റും. ഒരു വലിയ ദുരന്തങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾക്കൊക്കെ തന്നെ പാർപ്പിടും ഇതുമല്ല അവർ അനാഥമാകുന്ന രീതിയാണ് കണ്ടത്. എന്നാൽ കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും അനാഥമായിട്ടില്ല. അതിന് കാരണം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്, പിണറായി സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ആ ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന നയങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളുമാണ്. കേന്ദ്ര ഗവൺമെൻറ് ഒരു രൂപ പോലും തരാതിരുന്ന സാഹചര്യത്തിലും അവരെ കൈവിടാതെ അവർക്കൊരു ടൗൺഷിപ്പ് നിർമ്മിച്ചുകൊണ്ട് അവരെ മുന്നോട്ടുള്ള അവരുടെ ജീവിത ഉപാധികൾ നിർണ്ണയിച്ചുകൊണ്ട് അവരെ വലിയ രീതിയിലേക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങളിലേക്ക് കേരള സർക്കാരിന്, പിണറായി സർക്കാരിന് എത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മറ്റുള്ള സ്റ്റേറ്റുകൾ നമ്മുടെ കേരളത്തെ നോക്കിക്കാണുമ്പോൾ എന്താണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ബദൽ എന്ന് നോക്കുമ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ മുന്നിൽ വിജയിച്ചതായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വിഴിഞ്ഞം പ്രൊജക്റ്റ് ആയാലും, വാട്ടർ മെട്രോ ആയാലും, കൊച്ചി മെട്രോ ആയാലും, മറ്റ് വ്യാവസായിക രംഗങ്ങളായാലും, വിദ്യാഭ്യാസ രംഗങ്ങളായാലും, അതേപോലെ തന്നെ ലൈഫ് മിഷൻ്റെ ഭാഗങ്ങളിലായാലും ഒക്കെ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിക്കുന്ന നാനാ തുറകളിലേക്കുള്ള ഒരു മനുഷ്യന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളിലും സ്വയം പര്യാപ്തമായ രീതിയിലേക്ക് കേരളം മാറുന്നു എന്നതാണ് കേന്ദ്ര സർക്കാരിനെ വിരളി പിടിപ്പിക്കുന്നത്. ആ സ്വയം പര്യാപ്തതയിലേക്ക് കേരളം മാറുന്നതിനേക്കുള്ള വലിയ ചവിട്ടുപടികളാണ് ഈ 2 വർഷക്കാലമായിട്ടുള്ള പിണറായി സർക്കാർ നടത്തുന്നത്, 2 ടേമായിട്ടുള്ള പിണറായി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ രീതിയിലേക്ക് ഇതുപോലെ ഇതിനേക്കാൾ കൂടുതൽ ക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് കിട്ടണം. അതിലേക്ക് നമ്മൾ സ്വയമേവ എന്തൊക്കെ കാര്യങ്ങൾ കേരളത്തിൻ്റെ ഫെഡറൽ സിസ്റ്റത്തിൻ്റെ അകത്ത് നിന്ന് ചെയ്യാൻ പറ്റും എന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾക്കായിരിക്കും മുൻതൂക്കം നൽകിക്കൊണ്ട് ഈ പാർട്ടി സമ്മേളനങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. അതൊക്കെ തന്നെ മുന്നോട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റെ ഒരു രൂപരേഖയ്ക്കും മുന്നോട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾക്കും ഒക്കെ തന്നെ വലിയ ഒരു ശക്തിയായി ഇത് മാറും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്ന നിരവധിയായിട്ടുള്ള ജനവിഭാഗങ്ങളുണ്ട്. ആ ജനവിഭാഗങ്ങളൊക്കെ തന്നെ നമ്മുടെ ഈ പാർട്ടിയുടെ കീഴിൽ അണിനിരത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയായിരിക്കും ഈ സംസ്ഥാന സമ്മേളനം അവസാനിക്കാൻ പോകുന്നത്.